സർക്കാർ ശരിയാണോ ഇല്ലയോ? സത്യം നിങ്ങൾ പറയണം. പിണറായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 5 വർഷം കൂടി പിണറായിക്ക് അവസരം കൊടുക്കാൻ ചേട്ടൻ ആഗ്രഹിക്കുന്നു? ഒട്ടുമില്ല. കാരണം അവരാൾക്ക് മാത്രം അവിടെ ജീവിക്കാം. അതിലുള്ള CPI പേർക്ക് പുല്ലാകല. അതിലൊക്കെ വോട്ട് ചെയ്തൊരു അണികൾ മാത്രം. ബാക്കിയുള്ള ഇവരുടെ ആൾക്കാർക്ക് മാത്രം ഒക്കെ പാകപ്പെടുത്തി 2 വീട് 3 വീട് അച്ഛനും മകനും വീട് അങ്ങനെ 5 കുടുംബമുണ്ട്. ഞങ്ങളെ കൊഞ്ഞാക്കർ റോഡ് താമസിച്ചൊക്കെ വീടുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ എവിടെ പോകാനാ? ഞങ്ങൾ എവിടുക്കാ പോകുന്നത് പറയാനേ? കഴിയുന്നതും വേഗം യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി സർവശക്തനോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഏതാണ്ട് 1 ലക്ഷം രൂപയായി. ബാക്കി തലയണയും ഷീറ്റും എല്ലാം കൂടെ 1,11,365 രൂപയായി. ഞാൻ പണ്ടും മംഗലശ്ശേരി നീലകണ്ഠനായിട്ടില്ല. എന്നെ കീലേരി അച്ചുവാക്കാനുള്ള ആരെങ്കിലും നീക്കുണ്ടെങ്കിൽ അവർ പരാജയപ്പെടുന്നല്ലാതെ മണ്ണാർക്കാട്ട ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ശശി തമ്പുരാനാണെങ്കിൽ തമ്പുരാൻ, രാജാവാണെങ്കിൽ രാജാവ്. ഏതോ തുടർ നാടകമാണ്. സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ നമ്മുടെ നാടെന്ന് പറയുമ്പോൾ കാരാകൃഷിയാണ്. കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ ഒരു സ്ഥലമാണ് കാരാകൃഷി. അപ്പോൾ അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ശാന്തകുമാരി, നമ്മുടെ പഴയ MLA, പിന്നെ ശ്രീകണ്ഠൻ്റെ ഭാര്യ തുളസി എന്ന് പറഞ്ഞ സ്ത്രീയാണ് മത്സരിക്കണത്. BJPയുടെ ആരാന്ന് എനിക്കറിയില്ല. ആര് ഭരിച്ചാലും എല്ലാവരും പറയണു ഞങ്ങൾ വികസനം കൊണ്ടുവരും. ഞാൻ ഇന്നലെ നമുക്ക് കുറേ എന്താ പറയുക വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഈ പിന്നെ ഓരോ സ്ഥാനാർത്ഥികൾ ഓരോ സ്ഥലത്ത് അവരുടെ സ്ഥലത്ത് പോയിട്ട്, അതായത് മത്സരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കൊണ്ടുവരും, നിങ്ങളൊരു വിഷമിക്കേണ്ട, നിങ്ങൾ വിഷമിക്കാതിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീടാന്തരം കയറി ഇറങ്ങി വാഹനങ്ങളും അതേപോലെ തന്നെ അവരുടെ കൂടെയുള്ള ആൾക്കാരും എല്ലാവരും ഓരോ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇനി കാണാൻ പോണതും കൂടി. അപ്പോൾ അവർ നമുക്ക് ഓരോ വാഗ്ദാനങ്ങൾ ഇങ്ങനെ തരും. ഞങ്ങൾ പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് തരും, ഇത് തരും, എല്ലാതും തരും. ഒന്നും ഒരു കുറവും ഉണ്ടാവില്ല. ഇപ്പോൾ 10 വർഷത്തോളം എങ്ങനെ ആയിരുന്നു? ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയെ കുറ്റം പറയണു, ഈ പാർട്ടി അടുത്ത പാർട്ടീനെ കുറ്റം പറയണു. ഇപ്പോൾ PK ശശി LDF എന്ന് പോയിട്ട് കോൺഗ്രസ് പോയി എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറെ 2-3 ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. പക്ഷേ നമ്മളിപ്പോൾ ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഈ 3 പ്ലാറ്റ്ഫോം തുറന്നാലും പിന്നെ വാട്സപ്പ് ആയാലും അതിൻ്റെ ലിങ്ക് അവർ അയച്ചിട്ടുണ്ടാകും. നമ്മുടെ ഗ്രൂപ്പിലായാലും ഒക്കെ ഇവർക്ക് ഇത് പറഞ്ഞ് നടക്കുന്നതാണ് പണി. വേറെ ഒരു പണിയില്ല. ജയിക്കണവരെ, ഏത് പാർട്ടിയാണോ ജയിക്കണത് ആ പാർട്ടി ജയിക്കണവരെ പറയുന്നേ. ഇനിയിപ്പോൾ പാർട്ടിയിലിപ്പോൾ എത്ര വർഷം നിന്നാലും, എത്ര വർഷം അതിൽ മെമ്പറായിട്ട് നിന്നാലും അത് അംഗീകരിക്കാത്ത പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ. ഇത് എവിടെയാണ് കൊണ്ട് അവസാനിക്കാന്നാണ് അറിയാത്തത്. കാരണം ഇവരെ ഈ പിന്നെ ആൾക്കാരെ പറ്റിക്കണ പരിപാടി, ഇവരെന്തെങ്കിലും ഒരു വികസനം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്, ചെറുതായിട്ട് മാത്രം. 100-ൽ 9% കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കി 99% ഇവരെ പാർട്ടി, ഇവരെ കുടുംബം, ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഓരോന്ന് ചെയ്തു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പൊതുജനങ്ങൾ ഇങ്ങനെ സർക്കാരിനെ പറ്റി കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ? പിണറായി സർക്കാർ വളരെ മോശമാണ്, UDF വന്നാൽ ശരിയാവും. ആര് വന്നാലും ഇനി ശരിയാകാൻ പോകുന്നില്ല. 6 ലക്ഷം കോടി റുപ്യയാണ് നമ്മുടെ കേരളത്തിന് കടമായിട്ടുള്ളത്. അത് ഈ പിണറായി സർക്കാർ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ നിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഈ നിക്ഷേപം? ഇന്ത്യയുടെ അടുത്തൊരു നിക്ഷേപമില്ല. അതേപോലെ തന്നെ ഈ സർക്കാരിൻ്റെ അടുത്ത് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഉള്ളത് പറയാലോ.
എന്താണ് ഈ സർക്കാർ ഇത്രയും 10 വർഷത്തോളം ഭരിച്ചിട്ട് കേരള സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. എന്നെ പോലെ തന്നെ ഒന്നുമില്ല കയ്യിൽ. എന്നിട്ടാണ് ഇവർ ഇനിയും ഭരണം വരണം, ഇനിയും ഭരണം വരണം, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പ്രലോഭിപ്പിക്കുകയാണ്. അപ്പോൾ ആളുകൾ അതിൽ പോയി വോട്ട് ചെയ്യും. പക്ഷേ ഇനിയിപ്പോൾ ഏത് രീതിയിലാണ് വരിക എന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ പരമാവധി നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് ചിന്തിച്ച് വോട്ട് ചെയ്യുക. കാരണം നമുക്കിപ്പോൾ മരിക്കുന്നവരെ ജീവിക്കണം. അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പും കൂടി നിങ്ങൾ ചെയ്യണം. കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കൊടുക്കാതെയും പൈസ കൊടുത്തിട്ടും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ സർക്കാർ പ്രമോഷൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, പ്രമോഷൻ പോസ്റ്ററുകൾക്കായിട്ട് കോടികളാണ് ചിലവാക്കിയിട്ടുള്ളത്. എന്നിട്ടും ക്ഷേമ പെൻഷന് പകുതിയേ കിട്ടിയിട്ടുള്ളൂ. 500ഉം 1000ഉം 1500ഉം. അത് അവിടെ ഇവിടെ അവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ഈ കേരളത്തിൽ മഴ പെയ്യില്ലേ, അതേപോലുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും കിട്ടാതെ ചില ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങൾ പിണറായി സർക്കാരിൻ്റെ ഭരണ മികവ് കൊണ്ട് ഞങ്ങൾക്ക് അത് കിട്ടി, ഇത് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, കിട്ടി, അതിന് കിട്ടിയിട്ടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ഇത് കിട്ടിയിട്ട് കുറേ ആൾക്കാർ കിട്ടിയിട്ടില്ല എന്ന് പറയാം, കുറേ ആൾക്കാർ കിട്ടിയെന്ന് പറയാം. അത് എന്ത് തോന്നിയാസാണത്? എന്തോ നമുക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ റോഡിൽ വാഹനാപകടങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനൊരു പരിഹാരമായിട്ട് ആർക്കും ബോധവൽക്കരണം ചെയ്തിട്ടും പ്രയോജനമൊന്നുമില്ല. കാരണം അത് പിന്നെയും എന്താ പറയുക, അതുപോലെ തന്നെ പോവാം. കാരണം അവർക്കിപ്പോൾ ബോധവൽക്കരിച്ചുകൊണ്ടോ ഒരു കാര്യമല്ല, അത് അങ്ങനെ തന്നെ. ഇപ്പോൾ അട്ടയെ പിടിച്ച് മെത്തയെ കടത്തിയ അട്ട കടക്കൂല അത്ര. അതേപോലൊരു സമ്പ്രദായമാണ് നമ്മുടെ. ഒന്നാമത്തത് നമ്മളെ ഈ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ്. അതേപോലെ തന്നെ വാഹനം ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ ഏജൻസികൾ, ഏത് ഏജൻസിയാണെന്ന് കേരളത്തിൽ ഇപ്പോൾ ഏകദേശം ഒരുപാട് ഏജൻസി ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവർക്ക് മെയിനായിട്ട് ആളുകൾ ഡ്രൈവിങ്ങിൻ്റെ രീതി എന്താണെന്നോ സംസ്കാരം എന്താണെന്നോ ആചാരം എന്താണെന്നും പറഞ്ഞു കൊടുക്കണില്ല ശരിക്കും. അവർ വാഹനത്തിൽ കയറ്റണോ, സീറ്റ് ബെൽറ്റ് ഇടാൻ പറയണോ, പിന്നെ ഓടിക്കാൻ പറയണോ, കുറച്ച് ദൂരം ചെല്ലണോ, ഇവർക്ക് അതിൻ്റെ ഒരു മെത്തേഡും പറഞ്ഞു കൊടുക്കണില്ല. പിന്നെ അത് മാത്രമല്ല, ഒരു കാറിൽ 3-4 ആളുകളായിരിക്കും, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും. ഇവർ അന്യോന്യം സംസാരിക്കാവോ? കാരണം ഞാൻ ഓടിച്ചാൽ ശരിയാവോ, പിന്നെ അവർ വല്ലതും കരുതുമോ, അല്ലെങ്കിൽ പിന്നെ പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളൊരു എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ചിന്തയാണ് അവർക്ക്. കാരണം നിങ്ങൾ തന്നെയല്ലേ ഓടിക്കേണ്ടത്, നിങ്ങൾ തന്നെയല്ലേ ജീവിക്കേണ്ടത്, നിങ്ങൾ തന്നെയല്ലേ റോഡിൽ വാഹനം ഇറക്കിയിട്ട് ധൈര്യമായിട്ട് ഓടിക്കേണ്ട ആളുകളാണ്. പിന്നെ എന്തിനാണ് പേടിക്കണേ? നമുക്ക് ഏറ്റവും വലിയ ഭയം എന്താണെന്നറിയോ? അത് ദൈവഭയമൊന്നുമല്ല, മരണഭയമാണ്. അത് ഞാൻ അനുഭവിച്ച ഒരാളാണ്. പക്ഷെ എനിക്ക് വയ്യ. ഒരു ഭയം വഹിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല. നമ്മുടെ ഈ ലോകം, അതായത് നമ്മുടെ ഈ കേരളം ഇതിനു മുന്നേ എങ്ങനെ ആയിരുന്നോ, ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഈ നരേന്ദ്രമോദി, യോഗി ആദിത്യനാഥൊക്കെ ഭരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അതുപോലെ ആയി തീരാനാണ് ഇനി പോണത്. ഓരോ രാഷ്ട്രീയ ചിന്തയും കൊണ്ട് പോവാട്ടോ. ഒരാൾക്കും എല്ലാവരും പറയണു പിന്നെ സമാധാനത്തെക്കുറിച്ചിട്ട് സംസാരിക്കാറുണ്ട്, ചിലവർ മതത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, ചിലവർ ദൈവങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, എന്തിനെയൊക്കെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഇതിൽ ഒന്നും കേൾക്കാൻ വയ്യ. അപ്പം ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോയ മാതിരി തോന്നുക. കാരണം ഇത് എന്താണ് എങ്ങനെയാണെന്നൊരു ഉത്തരം കിട്ടുന്നില്ല കേട്ടോ. ശരിക്കും എവിടെയൊക്കെ ഒരു പാളിച്ച പറ്റിയ പോലെ. ആ പാളിച്ചയിൽ നമ്മളെ കേരളത്തിലെ മൊത്തം ജനങ്ങൾ ഇനിയും വീണ് പോവും, അത് യാതൊരു സംശയമില്ല. എന്തായാലും വാഹനം ഓടിക്കുന്ന ആൾക്കാരെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇനി ഞാൻ എടുത്ത് പറയില്ല. പരമാവധി ഒന്ന് ശ്രദ്ധിച്ച് ഓടിക്കുക. അപ്പോൾ പിന്നെ ഏകദേശമൊക്കെ ഒന്നാമത് ഈ അപകടങ്ങൾ ഉണ്ടാവാനുള്ള കാരണത്തിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞത്, ഈ ഡ്രൈവിംഗ് സ്കൂളിൽ സൈൻ ബോർഡുകളെ കുറിച്ചിട്ട് പഠിപ്പിക്കുന്നില്ല. അതെവിടെ എങ്ങനെ പോകണം. ഇപ്പോൾ തെങ്കര ആനക്കട്ടി ഇൻ്റർസ്റ്റേറ്റ് റോഡ് ഞാൻ ആദ്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ ഒരു സൈൻ ബോർഡ് പോലും ഇല്ല.
അതിപ്പോൾ ഇനി പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചു തന്നെ. രാത്രിയിൽ കത്തുന്ന വഴിവിളക്കുകളും കൂടി ഇല്ല. അപ്പോൾ അവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ രാത്രി ആ ഭാഗത്തുകൂടെ അധികം വാഹനങ്ങൾ പോകാറില്ല. അതുകൊണ്ടാണ് അപകടങ്ങളൊന്നും ഉണ്ടാവാത്തത്. എന്നാലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എന്താ അറിയോ, ഇതൊക്കെ ഒരു തരം ജനങ്ങളോടുള്ളൊരു തരം ഈഗോ ആണ്. അതായത് ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോൻ്റെ അപ്പുറത്ത് മാറിയേക്കും. കാരണം അത് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്നാലും ഈ ഇലക്ഷൻ കഴിയട്ടെ, അപ്പോൾ ഏകദേശമൊക്കെ മനസ്സിലാവും. ഈ പറഞ്ഞ ആൾക്കാരും, അതായത് നമുക്ക് അത് തരാം ഇത് തരാം എന്ന് പറഞ്ഞ ആൾക്കാർ നമുക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ വാങ്ങിയ കടം തീരാതെ എങ്ങനെ ഇനി പുതിയ കടം വാങ്ങുക? അപ്പോൾ പിന്നെ ഇവരെന്ത് ചെയ്യും? ആദ്യം ഇവർ അതിനുള്ളൊരു തയ്യാറെടുപ്പ് എടുക്കുകയല്ലേ ചെയ്യുക. കാരണം ഈ വീട്ടിയ കടമൊന്നും പറയാതെ ഇത് പിണറായിനെ കുറേ കുറ്റം പറയും. പിണറായി സർക്കാരിൻ്റെ ആൾക്കാർ കുറേ കോൺഗ്രസിനെ കുറ്റം പറയും. കോൺഗ്രസിൻ്റെ ആൾക്കാർ കുറേ BJPനെ പറയും. BJPക്കാർ കുറേ പിന്നെ കുറേ ഇനിയിപ്പോൾ അവർ പൊതുവേ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെ പ്രത്യേകത കുറ്റങ്ങൾ പറഞ്ഞിട്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ. ഇപ്പോൾ നിങ്ങളൊരു വാർത്ത കേട്ടിട്ടുണ്ടാവും, നമ്മുടെ സരിതാ നായർക്ക് ചെവി കേൾക്കാൻ വയ്യാത്രേ. ചെവി കേൾക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും പറയാണ് ഒരു കാരണമില്ലാതെ നമ്മുടെ ഈ ഉമ്മൻചാണ്ടി സർക്കാരിനെ പിന്നെ എന്താ പറയുക വളരെ മോശമായിട്ട് രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. വളരെ മോശമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വിഫലമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവം കൊടുത്തതാന്ന് പറയും. അത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത കൊല്ലത്തും കിട്ടും. അതായത് നമ്മൾ എന്താണോ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ എന്താണോ ചെയ്തത് അത് എനിക്ക് തിരിച്ചടിക്കും, ഉറപ്പാണത്. ഞാൻ നല്ലത് ചെയ്താൽ എനിക്ക് നല്ലതായിട്ട് വരും, മോശമായിട്ട് ചെയ്താൽ മോശമായിട്ട് തന്നെ വരിക. അതെല്ലാവർക്കും ഇപ്പം നമുക്കൊരു സുഖം ഉണ്ടാവും. ഏത് ഇപ്പോൾ AC കാറിലായാലും AC ഫ്ലാറ്റിലായാലും ഇനിയിപ്പോൾ സ്ത്രീകളുണ്ടായിട്ടും നല്ല ഭക്ഷണം, നല്ല മദ്യം ഈ സാധാരണ ജനങ്ങൾക്കൊക്കെ കൊടുക്കുന്ന കൂതറ സാധനങ്ങളാണ്. അതായത് രോഗങ്ങൾ ഉണ്ടാവാൻ വേണ്ടി കൊടുക്കുന്ന സാധനങ്ങളാണ്. അതോ എന്തായാലും അതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ജനങ്ങളുടെ വെറുപ്പും ശാപം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ കേരള സർക്കാരിൻ്റെ ജനങ്ങളെ പറ്റിച്ച എത്രയോ ആളുകൾക്ക് വീടില്ലാത്രേ, വീട് കൊടുക്കാനില്ലാന്ന് നമ്മുടെ സർക്കാരിനെ. അതേപോലെ തന്നെ എത്രയോ സ്കൂളുകൾ പൂട്ടിപ്പോയിടുമെന്ന്, എത്രയോ ബാറുകൾ തുറന്നു. ആഹാ, അതല്ല ഏറ്റവും വലിയ സന്തോഷം. ബാറുകൾ തുറക്കണം. ഇനിയിപ്പോൾ ഞാൻ പറയുമ്പോൾ ഇവിടെ വേശ്യാലയം കൂടി പബ്ലിക് ആക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇവിടെ ലൈംഗിക ദാരിദ്ര്യമല്ലേ. ബസ്സിൽ തോണ്ടുക, അവിടെ തോണ്ടുക, ഇവിടെ തോണ്ടുക, മറ്റോടത്ത് തോണ്ടുക, തോണ്ടി അവസാനം ഇനി തോണ്ടാൻ കേരളത്തിലൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നാട് കേട്ടോ. ഞാനിതിന് മുന്നേയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ കോങ്ങാടിലെ MLA, നമ്മുടെ MLA എന്ന് പറയാം. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ ചെറിയൊരു ഓട്ടത്തിലായിരുന്നു. പക്ഷേ നമ്മൾ ഓട് തന്നെ വേണം കേട്ടോ. കാരണം ഇവരൊക്കെ എന്താ അറിയോ, ഇവരൊക്കെ വോട്ട് പിന്നെ കീശയിലാവുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുക പിന്നെ ഇവരൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരൊന്നും ഈ വഴിക്ക് വരില്ല. പിന്നെ അത്രയും വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ആ പാർട്ടിയിലുള്ള ആൾക്കാർ ആരെങ്കിലുമൊക്കെ മരിക്കണം, രക്തസാക്ഷിയാവണം. അത് ഏത് പാർട്ടിയായാലും. എന്നാൽ മാത്രമാണ് ശരിക്കും ഇവരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് പിന്നീട് വരുള്ളൂ. അപ്പോൾ നമ്മൾ വെറുപ്പോടെ നോക്കും. അതാരായാലും അങ്ങനെ തന്നെയല്ലേ, ഞാനായാലും നിങ്ങളായാലും ആ MLA ആയാലും പാർട്ടി ഇത് ഏതായാലും. പക്ഷേ നമ്മുടെ വേറൊരു വലിയ സത്യമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. ഈ LDFനെ വെറുക്കുന്ന ആളുകൾ അവരുടെ പാർട്ടി തന്നെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം അവർ അതെങ്ങനെയാണ് തുറന്ന് പറയാന്ന് അവർക്ക് അറിയില്ല. അതറിയും എങ്ങനെയെന്നുള്ള ഇപ്പോൾ ഏകദേശമൊക്കെ ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കിപ്പോൾ എന്താണെന്ന്, നമുക്കിപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങടുത്ത്
നമ്മളിപ്പോൾ ഒരാളെ കണ്ടിട്ടല്ല ദൈവം ജനിപ്പിച്ചിരുന്നത്, ഉണ്ടാക്കിയതും അല്ല. നമ്മൾ ഒറ്റയ്ക്ക് വരുന്നു, ഒറ്റയ്ക്ക് പോകണം. ഈ പോയ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും നിങ്ങളെ വിളിക്കുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സമയത്ത് വന്നിട്ട് നിങ്ങളുടെ ഒപ്പം ഇരിക്കാനോ വന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. പിന്നീട് നിങ്ങളവരെ കണ്ടിട്ടേ ഇല്ലല്ലോ. അത് തന്നെയാണ് ഈ ജീവിതം എന്ന് പറഞ്ഞതും. അത് രാഷ്ട്രീയം വേറെ, ജീവിതം വേറെയാണ്. ഏതെങ്കിലും ഒരു വലിയ നേതാക്കന്മാരുടെ മക്കൾ വന്നിട്ട് ഈ പാർട്ടിയിൽ അല്ലെങ്കിൽ സമരത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിന് വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കണം, നമ്മളൊക്കെ പൊട്ടന്മാരാണ്. അമ്മേ ദേവി.